ചെറിയ സംരംഭങ്ങൾ വീട്ടമ്മമാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു സംരംഭത്തിലേക്ക് വരാൻ ആഗ്രഹമുള്ള ആർക്കും വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. ട്രെയിനിങ് സപ്പോർട്ട്, മെഷീന്, എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യേണ്ട രീതികൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ഡെലിവറി സൗകര്യം എങ്ങനെയാണ്? ഡെലിവറി ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. എങ്ങോട്ടൊക്കെയാലും അയച്ചു കൊടുക്കാം. എങ്ങോട്ടാണെങ്കിലും മെഷീന് നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെഷീൻ ഇവിടെ നിന്ന് തന്നെ ഇവർ നൽകുന്നതാണ്. കൂടാതെ അതിൻ്റെ പ്രവർത്തനം, പിന്നെ ഇതെല്ലാം ചെയ്യേണ്ട രീതികൾ, അതിനെല്ലാം ഒരു ട്രെയിനിങ് പോലെ അല്ലേ നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. പശു വളർത്തൽ ഇപ്പോഴും ലാഭകരമല്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. നോക്കേണ്ട രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു കൃഷിയായാലും അത് ലാഭകരം തന്നെയാണ്. പശു വളർത്തലായാലും മറ്റേതായാലും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഏത് കാര്യമായാലും നോക്കേണ്ട രീതിയിൽ അതിന് എല്ലാത്തിനും ഒരു വശമുണ്ട്. ആ ഒരു വശം നോക്കി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലാഭകരം തന്നെയാണ്. എന്നാൽ ഇപ്പോഴും അത് ലാഭകരമല്ല, നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്ക് ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു ബിസിനസ്സാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ബിസിനസ് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പരിചയപ്പെടുത്തുകയല്ല, ആ ഒരു രീതി സ്വീകരിച്ച് അത് ചെയ്ത് വിജയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വീട്ടമ്മ. ആ വീട്ടമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്കപ്പോൾ ആദ്യം ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. നമുക്ക് ഈ ഷഹല എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ് സംരംഭം ചെയ്ത് വിജയിച്ച വീട്ടമ്മയെ ഒന്ന് പരിചയപ്പെടാം. ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഷഹല. ഇത് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. ഓക്കെ, എന്താണ് ഇവിടെ ചെയ്യുന്നത്? പാലുൽപ്പന്നങ്ങളാണ് മെയിൻ ആയിട്ട്. പാലുൽപ്പന്നങ്ങൾ, പിന്നെ നാച്ചുറൽ പ്രൊഡക്റ്റുകൾ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. പാലുൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നെയ്യ്, തൈര്, മോര്, യോഗട്ട്, പനീർ അച്ചാർ. ഓക്കെ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ചെയ്യുന്നുണ്ട് അല്ലേ? ശരിക്കും ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? നമ്മൾ ഫാം ഉണ്ടായിരുന്നു. ഫാം ഉണ്ടായപ്പോൾ പ്രൊഡക്റ്റ് പഠിച്ചതാണ്. പിന്നീട് അത് പ്രൊഡക്റ്റൊക്കെ മാറി. ഓക്കെ, ഏകദേശം എത്ര പശുക്കളുണ്ടായിരുന്നു? 25 പശുക്കളുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ മുൻപ് പാലിന്റെ സെയിലായിരുന്നു അല്ലേ? എങ്ങനെ ഈ ഒരു ഐഡിയയിലേക്ക് ഇങ്ങനെ ഒന്ന് മാറി ചിന്തിക്കാന്ന് തോന്നിയത്? അത് പ്രൊഡക്റ്റിന്റെ കോഴ്സിന് പോയി വയനാട് വെറ്റിനറി കോളേജിൽ. അപ്പൊ അതിന് ശേഷം തുടങ്ങി. ഓക്കെ, പാൽ ഉൽപ്പാദനം ശരിക്കും നഷ്ടമായിരുന്നോ? അല്ല, ലാഭകരമായിരുന്നു. ഗവൺമെന്റിന്റെ പ്രൊജക്ട് എടുത്ത് ചെയ്തിരുന്നു. അത് കാരണം ചെറിയൊരു ഇത് വന്നു, ഫണ്ട് കിട്ടാൻ ഡിലേ വന്നു അല്ലേ? അങ്ങനെ മാറിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് മാറി ചിന്തിക്കാന്ന് തോന്നിയത് അല്ലേ? ഇപ്പൊ ഈ ഒരു ഐഡിയയിലേക്ക് ആദ്യമേ എല്ലാ പ്രൊഡക്റ്റും ഉണ്ടായിരുന്നോ തുടങ്ങിയപ്പോഴേ? ഇല്ല, പാല് മാത്രമേ. ഓക്കെ, അതല്ല ഞാൻ ചോദിക്കുന്നത്, തുടക്കത്തില് ഇത്രയും പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നോ? ഇല്ല, നെയ്യ് മാത്രമായിരുന്നു ആദ്യം ചെയ്തത് അല്ലേ? പാലിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കി വിൽപ്പനയ്ക്ക് എത്തിക്കുക, അതാണ് ചെയ്തത്. എങ്ങനെ തുടക്കം എങ്ങനെ ലാഭകരമായിരുന്നോ? അത് മോരിന് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു, മോര് ഒന്നിച്ച് കൊണ്ടുപോകാനൊരു ടീം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. അപ്പൊ പിന്നെ നെയ്യ് സെയിൽ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഈ നെയ്യ് ഉണ്ടാക്കുന്ന പ്രോസസ് എങ്ങനെയാണ്? അത് നമ്മള് പാല് കാച്ചിട്ട് തൈര് ഒഴിച്ച് വെച്ചതിന് ശേഷം കടഞ്ഞിട്ടാണ് മെഷീനാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ? ഓക്കെ, ഒരു ബിസിനസ് ആയിട്ട് തുടങ്ങുമ്പോഴേക്കും നമുക്ക് മെഷീന്റെ സപ്പോർട്ട് ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരൊന്നും ഈ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ആവശ്യമില്ല. ഒരാൾ വിചാരിച്ചാലും മതി അല്ലേ? ഒരു വീട്ടമ്മ വിചാരിച്ചാലും ഇപ്പോൾ ഈ ഒരു സ്ഥാപനം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മെഷീന്റെ സപ്പോർട്ടോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇദ്ദേഹം മാത്രമാണ്. വേറെ ആരെങ്കിലും സപ്പോർട്ട് സഹായിക്കാനുണ്ട്? ജോലിക്കാരുണ്ടോ? ഇതിന് നെയ്യിന്റെ കാര്യത്തിലില്ല. പിന്നെ ബാക്കിയുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോ കൂവപ്പൊടി, പനമ്പൊടി ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആളുകളെ വിളിക്കും. ഒറ്റ ടൈമിൽ ചെയ്ത് വെക്കലാണ്. ഓക്കെ, ആ സമയത്ത് മാത്രം നമുക്ക് ജോലിക്കാർ ആവശ്യമുണ്ട്. മഞ്ഞള് അങ്ങനത്തെ സംഭവം. നെയ്യുടെ കാര്യം മാത്രമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ മാത്രം മതി. തൈര്, മോരൊക്കെ ഒറ്റയ്ക്ക് മതി. നെയ്യ് മാത്രമല്ല, പാലുൽപ്പന്നങ്ങൾ എല്ലാം നമ്മൾ മാത്രം മതി അല്ലേ? മെഷീൻസുകൾ ഉണ്ടായിട്ട്. ഓക്കെ, അത് തന്നെ നമുക്ക് എന്താ മാൻ പവറിന്റെ കാര്യം നല്ലതായിട്ട് അത് ചെയ്യും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കൊരു കറക്റ്റ് കിട്ടും. നമ്മളിപ്പോ ഒരാള് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ആയാലും ഒരു കറക്റ്റ് കിട്ടൂലല്ലോ. മെഷീൻ ആവുമ്പോ നമുക്കൊരു കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആളുകള് കൂടുതൽ വേണ്ട, മാൻ പവർ അധികം വേണ്ട അല്ലേ? ഇപ്പോ പൊതുവേ നമ്മളിപ്പോ ഏത് സംരംഭം തുടങ്ങിയാലും ജോലിക്കാരെ കിട്ടാൻ വലിയ പാടാണ്
അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു ബിസിനസ്സാണിത്. അപ്പോൾ നമ്മൾ നെയ്യ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ പാല് തിളപ്പിച്ച് നമ്മൾ ഉറ പറന്ന് വെക്കും, തൈരാക്കിയിട്ട് പിന്നെ തൈര് കടയും. ഓക്കെ, കടഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ മെഷീൻ എവിടെയൊക്കെ ഉപയോഗിക്കുന്നത്? മെഷീന് തൈര് കടയാന്, പാല് കാച്ചാനും മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, തൈര് കടയാനും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പാല് കാച്ചണിയിൽ തന്നെയാണ് നെയ്യ് ഒരുക്കണത്. പിന്നെ കൂടുതലുണ്ടാകുമ്പോ നമ്മള് വീട്ടിൽ കൊണ്ടുപോയിട്ട് അടുപ്പിൽ ചെയ്യും. അടുപ്പിലാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. നമുക്കിപ്പോൾ ഈ തുടക്കക്കാരിപ്പോൾ പാൽ ഉൽപ്പന്നങ്ങൾ മാത്രം വെച്ചിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവർക്ക് എത്ര ടൈപ്പ് മെഷീനാണ് വേണ്ടത്? ഒരു 4 ടൈപ്പ് മെഷീൻ വേണം. നമുക്ക് ആ മെഷീൻ ഒന്ന് കാണിച്ചു കൊടുത്താലോ? അപ്പുറത്തൊന്ന് പോയാലോ? ഇത് പാല് കാച്ചണാണ്, നെയ്യ് ഒരുക്കണം, രണ്ടും ഇതിൽ തന്നെ ചെയ്യാം. പിന്നെ ചെയ്യുന്ന രണ്ടാമത്തെ ഉറ പറന്ന് വെക്കുക, തൈര് കടയാൻ. പണ്ടത്തെ മന്ദങ്കോലിന് പകരം ചെയ്യണതാണിത്. ഈ ഒരു മെഷീനിലല്ലേ? ഈ മെഷീൻ. ഓക്കെ. പിന്നെ പനീർ പ്രസ്, നമ്മൾ പനീർ ചെയ്യാൻ വേണ്ടിയിട്ട് പനീർ പ്രസ്. ഓക്കെ. പിന്നെ നമ്മൾ കട്ടത്തൈരൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ടത്തൈരിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ 8 മണിക്കൂറോളം 45 ഡിഗ്രി ചൂട് നിലനിർത്തണം നമുക്ക്. അപ്പോൾ അതിന് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇൻക്യുബേറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ ബൗളിലാക്കിയിട്ട് നമുക്ക് ഏതാണോ ബൗള് വേണ്ടത് വെച്ചാൽ ആ ബൗളിലാക്കിയിട്ട് ഇതിൻ്റെ വെച്ചാൽ മതി. ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ക്രീം സെപ്പറേറ്റർ ആണ്. നമ്മൾ പാലിൽ നിന്ന് നേരിട്ട് ക്രീം എടുക്കും. പിന്നെ വീട്ടിലൊക്കെ ഇൻക്യുബേറ്ററിന്റെ ചെറുതാണ്, ഒരു 3 ലിറ്റർ വരെ ചെയ്യാൻ പറ്റണതാണ്. നമ്മൾ വീട്ടിലെ ആവശ്യത്തിനൊക്കെ ചെയ്യാൻ പറ്റണതാണത്. 3 ലിറ്റർ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇത് അതേപോലെ തന്നെ പൊടിക്കണതാണ്. നമ്മളിവിടെ പൗഡറായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾ ഒക്കെ പൗഡർ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ 1 കിലോ വരെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ മഞ്ഞൾ കൊടുക്കുന്നുണ്ട്, അതൊക്കെ പച്ച മഞ്ഞളായിട്ട് ഉണ്ട് ഇവിടെ. നല്ല ഇവിടെ പെരിന്തൽമണ്ണ വരാൻ താല്പര്യം ഇല്ലാണെങ്കിൽ ഇവിടെ വന്നിട്ട് നേരിട്ട് കണ്ട് വാങ്ങിക്കും ചെയ്യാം. പൊടിച്ചു കൊടുക്കാം. നമ്മൾ പെരിന്തൽമണ്ണ ഭാഗമാണെങ്കിൽ നമ്മൾ തൈരും മോരും ഒക്കെ ഇവിടെ ഷോപ്പിൽ വന്നാൽ കിട്ടും. അല്ല ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും. പിന്നെ വരുന്ന നെയ്യാണ്, 100 ഗ്രാം മുതൽ വരുന്നുണ്ട്. ഇപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ വരില്ലേ, കിറ്റും കാര്യങ്ങളും അങ്ങനെ ബിരിയാണിക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെറുതായിട്ടുണ്ട്. കസ്തൂരി മഞ്ഞളാണ് ഇത്. നമ്മൾ പൊടിക്കാത്തതും ഉണ്ട്, പൊടിച്ചതും ഉണ്ട്. പൊടിയായിട്ടും കൊടുക്കുന്നുണ്ട്, അല്ല പച്ചയായിട്ട് വേണമെങ്കിൽ ഉണക്കിയതാണെങ്കിൽ അങ്ങനെയുണ്ട്. പിന്നെ പനങ്കൽക്കണ്ടാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന. ഇത് കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അതിന്റെ കുന്നങ്കായ, രാഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡെലിവറി സൗകര്യം എങ്ങനെയാ? ഡെലിവറി ഓൾ ഇന്ത്യ ചെയ്യുന്നുണ്ട്. എങ്ങോട്ടേക്കാലും അയച്ചു കൊടുക്കാം. എങ്ങോട്ടാണെങ്കിലും അയച്ചു കൊടുക്കാം. കൊറിയർ ചെയ്ത് കൊടുക്കും. കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരും അല്ലേ? ഓക്കെ. ഏറ്റവും ചെറിയ ബോട്ടിൽ എത്ര വരുന്നത്? 100 രൂപ. 100 രൂപ. ഓക്കെ. എന്തൊക്കെ അവാർഡ് ലഭിച്ചത്? നല്ല കൃഷിക്കുള്ള ഞങ്ങളെ പഞ്ചായത്തിലെ. പിന്നെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയിരുന്നു ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഭിന്നശേഷി കുട്ടികൾക്കുള്ള. പിന്നെ വനിതാ ദിനത്തിൽ കിട്ടിയതാണ് ബാക്കിയുള്ളത്. നല്ല പ്രോഡക്റ്റ് ചെയ്യുന്നതിനുള്ള എനിക്കറിയേണ്ടത്, ഈ പശു വളർത്തൽ നഷ്ടത്തിലാണെന്ന് പറയുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് മാത്രം നഷ്ടത്തിലാവുന്നത്? അത് സൊസൈറ്റിയിൽ കൊടുക്കുമ്പോൾ നഷ്ടം തന്നെ. കാരണം അവരെ ക്വാളിറ്റി അനുസരിച്ചാ പാലിന്റെ വില കിട്ടുള്ളൂ. നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും നഷ്ടാവില്ല. അപ്പൊ നമ്മൾ മോര് കൊടുക്കുന്ന 60 രൂപക്കാണ്, 1 ലിറ്ററിന് 60 രൂപയാണ്. അപ്പൊ ഇനി അത് ഷോപ്പുകളിൽ കൊടുക്കുകയാണെങ്കിൽ 45-50 രൂപ വരെ ലിറ്ററിന് കിട്ടും ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ. പക്ഷെ അതിന് നെയ്യ് എടുത്തിട്ടാണല്ലോ നമ്മൾ കൊടുക്കണത്. ഇപ്പൊ 20 ലിറ്ററിന്റെ പാലുണ്ടെങ്കിൽ ഒരു 25-30 ലിറ്റർ വരെ മോരും ഉണ്ടാക്കാം, 1 ലിറ്റർ നെയ്യും കിട്ടും. മോരിന്റെ ഇതിൽ പോകും, നെയ്യിന്റെ ക്യാഷ് ബാലൻസ് ആവും. നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാം. ഇപ്പൊ 80 രൂപയാണ് 1 ലിറ്റർ തൈരിന് വരുന്നത്. ഇപ്പൊ പാലിന് 50 രൂപ കൂട്ടുകയാണെങ്കിൽ തന്നെ 30 രൂപ നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ അതിന്റെ ബോട്ടില് കാര്യങ്ങളൊക്കെ ഒരു 10 രൂപ ചെലവ് കിട്ടിയാലും അതിന്ന് ഇപ്പൊ നമ്മള് ക്രീം സെപ്പറേറ്റർ അവിടെ കാണിച്ചല്ലോ, ആ ക്രീം സെപ്പറേറ്റ് ചെയ്തിട്ടാണെങ്കിൽ ആ നെയ്യ് തൈരുണ്ടാക്കുമ്പോ അതിന് എടുക്കാം. നെയ്യ് എടുക്കുമ്പോ എന്താ വെച്ചാൽ കൂടുതൽ കാലം ഈട് നിൽക്കും. നെയ്യോട് കൂടി വെച്ചാൽ പെട്ടെന്ന് കംപ്ലൈന്റ് ആവും തൈര്.
അപ്പൊ നമുക്ക് നെയ്യ് എടുത്തിട്ട് ചെയ്യണമെങ്കിൽ ആ നെയ്യും ലാഭമാണ്. 80 രൂപ നമുക്ക് ലിറ്റർ പാലിന് വില ആയില്ലേ, വിലയായില്ലേ. അപ്പൊ 80 രൂപ ലിറ്ററിന് കിട്ടും. അത് സൊസൈറ്റി കൊടുത്താൽ എന്തായാലും കിട്ടില്ലല്ലോ. എന്തായാലും കിട്ടില്ല. അപ്പൊ സൊസൈറ്റി കൊടുക്കുമ്പോഴാണ് നഷ്ടം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് നല്ലൊരു കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ബിസിനസ്, അതും ചെയ്തു വിജയിച്ച ഒരാൾ തന്നെ പറയുമ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് അത് രജിസ്റ്റർ ആവുക, അല്ലേ? നമുക്ക് മാർക്കറ്റ് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? മാർക്കറ്റ് കണ്ടുപിടിച്ചാൽ ചെറുതായിട്ട് മോര് നമ്മളോട് ഉണ്ടാക്കി തരുമെന്ന് ഒരാൾ ചോദിച്ചപ്പോ അങ്ങനെ മോരുമക്ക് നിന്നതാണ്. ഇപ്പൊ പാല് ഞാൻ പുറത്തുനിന്നാ കളക്ട് ചെയ്യണേ. 50-55 രൂപ കൊടുത്തിട്ടാണ് കളക്ട് ചെയ്യണ പാല്. എന്നാ പോലും നഷ്ടമില്ല. നമുക്ക് ഒരു ദിവസം എത്ര ആവശ്യം വരിക? ദിവസം അങ്ങനെ നമ്മൾ ചെയ്യണേ, നമ്മൾ ഓർഡറിനനുസരിച്ച് ചെയ്യണുള്ളൂ. നമ്മൾ കൂടുതൽ ചെയ്ത് വെക്കണില്ല. നമുക്കിപ്പോ ഒരു 10 ലിറ്റർ അല്ലെങ്കിൽ 100 ലിറ്റർ ഒക്കെ മോരിന് ഓർഡർ വരുമ്പോ ആ നെയ്യ് അവിടെ കളക്ട് ചെയ്ത് വെക്കും, വെണ്ണയാക്കിയിട്ട് വെക്കും. എന്നിട്ട് പിന്നെ അത് ഒന്നിച്ചാവുമ്പോ ഒരുക്കുക ചെയ്യണം. വെണ്ണയാക്കിയിട്ടാണ് മാറ്റി വെക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സംരംഭത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്ത് കൊടുക്കാൻ പറ്റുക? അത് പ്രൊഡക്റ്റ് ചെയ്യണതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പ്രൊഡക്റ്റ് ട്രെയിനിങ് ആയിട്ട് തന്നെ കൊടുക്കാം. മെഷീൻസും നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ മെഷീനൊക്കെ സപ്ലൈ കോയമ്പത്തൂരിൽ നിന്നൊക്കെ സപ്ലൈ ഉണ്ട്. പക്ഷെ അവരൊക്കെ കൊടുന്നു കഴിഞ്ഞാൽ അവരത് കഴിഞ്ഞല്ലോ, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു തരും നമുക്ക്. അപ്പൊ അതിന്റെ പ്രവർത്തനം കാര്യങ്ങളൊന്നും ഇത് നമ്മൾ അവിടെ പോയിട്ട് അവർക്ക് പ്രവർത്തനം കാണിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കും. അല്ല വീഡിയോ കോളിലാണ്. അതിനെ പോകുമ്പോ ആ എക്സ്പെൻസ് വരും. നമ്മൾ വീഡിയോ കോൾ വഴി നമ്മൾ ചെയ്ത് കൊടുക്കും. അതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അല്ല അവിടെ ചെന്നിട്ട് അവർക്ക് പ്രൊഡക്റ്റ്, പിന്നെ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്ന കോഴ്സ് വെക്കണ ഈ മെഷീനുകളൊക്കെ പ്രവർത്തിച്ച് കാണിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ വന്ന് കോഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മളതിന് ഫീ ഈടാക്കിയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ഈ മെഷീനുകളൊക്കെ നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് മാത്രല്ല മെഷീനുകളുടെയും പ്രവർത്തനം നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അവർക്ക് അത് കൊണ്ടുപോയാലും ബുദ്ധിമുട്ടില്ല. ഇനി അല്ല കോഴ്സിന് വരാൻ താല്പര്യം ഇല്ലാത്തവരാണ്, അറിയുന്ന ആളുകളാണെങ്കിൽ ആ മെഷീനും കാര്യങ്ങളും എങ്ങനെ സെറ്റ് ചെയ്യണം നമ്മൾ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നവരോടാണ്, ഈ ഒരു സംരംഭം തുടങ്ങാൻ, ശുദ്ധമായ പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന ഈ ഒരു ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ഇവിടെ നിന്നും ചെയ്തു തരുന്നതാണ്. എല്ലാവിധ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ടോട്ടൽ എത്ര ബഡ്ജറ്റ് ആവും, അല്ലേ? അതിന് എത്ര കോസ്റ്റ് വരും, ഏതൊക്കെ മെഷീനുകളാണ് നിങ്ങൾക്ക് വേണ്ടത്, പിന്നെ സ്കീം, അല്ലേ? സ്കീമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. കൂടാതെ മെഷീൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ, അല്ലേ, ഇവിടെ നിന്ന് തന്നെ കൊടുക്കുന്നതാണ്, അല്ലേ? മെഷീന് നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെഷീന് ഇവിടെ നിന്ന് തന്നെ ഇവർ നൽകുന്നതാണ്. കൂടാതെ അതിൻ്റെ പ്രവർത്തനം, പിന്നെ ഇതെല്ലാം ചെയ്യേണ്ട രീതികൾ, അതിനെല്ലാം ഒരു ട്രെയിനിങ് പോലെ, അല്ലേ, നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്, അല്ലേ? അത് നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടെ വരാം, ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് ഇതെല്ലാം പഠിച്ചെടുത്ത് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും ഇവിടെ നിന്ന് ചെയ്തു തരുന്നുണ്ട്. കൂടാതെ ഇല്ലെങ്കിൽ അവിടെ പോയും ചെയ്ത് കൊടുക്കാം, സൈറ്റിൽ പോയിട്ട്, അല്ലേ? മെഷീനുകൾ നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ സൈറ്റിൽ വന്നിട്ട് ഒരു ടീമായിട്ട് വന്നിട്ട് മെഷീനുകൾ പ്രവർത്തിപ്പിച്ച് എല്ലാം റെഡിയാക്കി അതിൻ്റെ കാര്യങ്ങളെല്ലാം, അല്ലേ, പ്രോഡക്റ്റ് വരാണെങ്കിൽ ചെയ്ത് കാണിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടും, മാർക്കറ്റ് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ, മാർക്കറ്റ് ശുദ്ധമായ പ്രോഡക്റ്റ് ആണെങ്കിൽ, എന്താ, നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിനുണ്ടെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടെന്നുള്ള കാര്യമല്ല. ശുദ്ധമായ പ്രോഡക്റ്റുകൾ, ഈ നെയ്യുടെ ബോട്ടിലൊക്കെ തുറക്കുമ്പോൾ മണം ഉണ്ടല്ലോ, അതും ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ആ നെയ്യൊക്കെ നമ്മൾ ഉപയോഗിച്ച് മനസ്സ് മടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ ഏതെങ്കിലും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അതിപ്പോൾ നമ്മുടെ വീട്ടാവശ്യത്തിനായാലും അല്ല ബിസിനസ്സായിട്ട് ചെയ്യാനാണെങ്കിലും, ഇവരുടെ ബ്രാൻഡിൽ തന്നെ ചെയ്യണമെന്നുണ്ട്, ഫ്രാഞ്ചൈസി പോലെ എടുത്ത് ചെയ്യില്ലേ, അതിന് വേണ്ട കാര്യങ്ങളായാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും, അപ്പോൾ വീട്ടിലേക്കായാലും പ്രോഡക്റ്റ് അയച്ചു തരാം, ഷോപ്പിലേക്കായാലും പ്രോഡക്റ്റ് അയച്ചു തരാം. റീറ്റെയിൽ ഹോൾസെയിൽ ഇവിടെ ഒരുപോലെ ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ ഹോൾസെയിലൊക്കെ എടുത്ത് ഷോപ്പിലേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കാം, ഇല്ലേ? പ്രൈസ് താഴ്ത്തി നമുക്ക് കൊടുക്കാമല്ലോ, സപ്ലൈ ചെയ്യാൻ പറ്റും. എത്ര ബൾക്കായിട്ട് ചോദിച്ചാലും കൊടുക്കാൻ പറ്റും, അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം എന്താ, ഒരാള് ആണ് തുടങ്ങിയതല്ലേ? പക്ഷെ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഏരിയയിൽ ഇവിടെ ഉള്ള എല്ലാവർക്കും ഈ ഷോപ്പിനെ കുറിച്ച് അറിയാം. ചെറിയ സംരംഭങ്ങൾ, വീട്ടമ്മമാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു സംരംഭത്തിലേക്ക് വരാൻ ആഗ്രഹമുള്ള ആർക്കും വീഡിയോയിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. ട്രെയിനിങ് സപ്പോർട്ട്, മെഷീന്, എല്ലാ കാര്യങ്ങളും, ഇത് ചെയ്യേണ്ട രീതികൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കാം. അപ്പോൾ എങ്ങനെ സാധാരണ ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്ത് നമ്മൾ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ മറ്റൊരാൾ വരേണ്ടതേ നമ്മൾ വിചാരിക്കുള്ളൂ. അങ്ങനല്ല, നമ്മൾ മെയിൻ ആയിട്ട് കർഷകരാണ്. കർഷകർക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ലാഭമില്ല എന്ന് പറയണ്ടല്ലോ, അവർക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. പ്രൊഡക്റ്റ് ആക്കിയിട്ട്
ഒരു വീട്ടില് ഒരു 4 പശുവൊക്കെ ഉള്ളെങ്കിലും ആ ഒരു വീടിന്റെ ചുറ്റുഭാഗത്തുള്ള ആള് എന്തായാലും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാവുമല്ലോ. ശരിയാണ്. തൈരും നെയ്യും മോരൊക്കെ. അപ്പൊ ആ വീടിന്റെ ഒരു 10 വീട് നമ്മൾ കണ്ടെത്തിയാൽ മതി. മാർക്കറ്റ് ഇനി ഷോപ്പിൽ തന്നെ കൊടുക്കണമെന്നില്ല, നേരിട്ട് കസ്റ്റമർക്ക് എത്തിക്കാം. നമുക്ക് ഷോപ്പ് വഴി ചെയ്യണമെന്നില്ല. തുടക്കത്തില് വീട്ടിലിരുന്ന് മാത്രമായിരുന്നു സെയിൽ അല്ലേ? ഇപ്പൊ ഷോപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ബിസിനസ് ഉണ്ട്, ശരിയല്ലേ? അത് കൂടുതൽ ആളുകൾക്ക് ഇതിനെ പഠിക്കാനും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഷോപ്പായിട്ട് തുടങ്ങി. ഇനി ഒരു ഷോപ്പ് ടൗണിൽ തുടങ്ങാൻ വേണ്ടിട്ട് നിക്കാണ്. അപ്പൊ ഇതിന്റെ വെള്ളവും കാര്യങ്ങള് പിന്നെ സംഭാരം ഷെയ്ക്കുകളൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോ ഇവിടെ സെയില് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ അതിന് വേണ്ടിട്ട് ടൗണിലേക്ക് മാറ്റാൻ നിൽക്കാം. അപ്പൊ അവിടെ ഭാവിയിൽ പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. അപ്പോ എന്തായാലും ശരിക്കും പറയാൻ ഇദ്ദേഹത്തിന്റെ മുഖത്തുണ്ട് ഇത് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവിധ സപ്പോർട്ടും ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് പേര്, കാരണം കൂടുതലായിട്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കൃഷിക്കാരാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പശു വളർത്തലൊക്കെ നഷ്ടമാണെന്ന് പറഞ്ഞിട്ടൊക്കെ കമന്റുകൾ ഒരുപാട് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ബൈ പ്രോഡക്ട്സ് ആക്കി മാർക്കറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ എന്തായാലും നമുക്കത് ലാഭം തന്നെയാണ് അല്ലേ? ലാഭം തന്നെയാണ്, വാങ്ങാൻ ആളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഇതിലെ സംരംഭത്തിലേക്ക് വരാം. അതിനുവേണ്ട എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ കമ്പനിയുടെ പേര് പറഞ്ഞേ, അപ്പു നാച്ചുറൽ പ്രൊഡക്റ്റ്. അപ്പു നാച്ചുറൽ പ്രൊഡക്ട്സ് അല്ലേ? ഇവിടെ ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിളിക്കുകയാണെങ്കിൽ എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു നമ്മുടെ ഒരു സംരംഭത്തിന്റെ വിശേഷങ്ങൾ അല്ലേ? നമുക്കൊരു കസ്റ്റമറെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടുത്തെ പ്രോഡക്റ്റിന്റെ ഒക്കെ ഫീഡ്ബാക്ക് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേച്ചി ഒന്ന് പരിചയപ്പെടുത്താമോ? പേര് പറയാമോ? എൻ്റെ പേര് അജിത. ഓക്കെ. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കാം. ഓക്കെ. ഇവിടെ വരാറുണ്ടോ ഇടയ്ക്ക്? ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം മോര് വാങ്ങിച്ചിരുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് പ്രോഡക്റ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. അപ്പോൾ ഇന്ന് വന്നത് എന്ത് വാങ്ങാനാണ്? തൈര് വാങ്ങാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ. അപ്പോൾ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഞാൻ വേറൊരാൾ വാങ്ങിയിട്ട് കഴിച്ചിട്ടുണ്ട്, നല്ലതാണെന്ന് തോന്നി. ഓക്കെ. അങ്ങനെ അറിഞ്ഞിട്ട് വന്നതാണ്. ഓക്കെ. വേറൊരാൾ പറഞ്ഞു, അത് വെച്ചിട്ട് വന്ന് വാങ്ങി. ഞങ്ങളുടെ ഓഫീസിലുള്ള ഒരാൾ തന്നെ വാങ്ങിയത് കഴിച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ വാങ്ങി ചെക്ക് ചെയ്തു. ഞാനും കഴിച്ചപ്പോൾ നല്ലതാണെന്ന് തോന്നിയിട്ട് വാങ്ങിക്കാം. ഓക്കെ. ഓക്കെ. നമുക്ക് അടുത്തൊരു കസ്റ്റമറോട് ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെന്ന് പറയാമോ? എൻ്റെ പേര് ബഷീർ. ബഷീർ. സ്ഥലം ഇവിടെ പെരുന്തമണ്ണ അടുത്ത് തന്നെയാണ്. ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടോ? വരാറുണ്ട്. എന്താ ഇതിനായിട്ട് വന്നതാണ്. ഓക്കെ. എന്തൊക്കെയാ വാങ്ങാറുള്ളത് ഇവിടെ നിന്ന്? ഞാൻ മറ്റേ മോര് കാച്ചിയതുണ്ടാവും, മറ്റേ കറി ചോറ്റിലഴിച്ച് അതെ, പിന്നെ സംഭാരം മോര് എല്ലാം വാങ്ങാറുണ്ട്. എങ്ങനെയുണ്ട് പ്രോഡക്റ്റുകൾ? കുഴപ്പമില്ല, നല്ലതാണോ? ക്വാളിറ്റി കുഴപ്പമില്ല. സംഭാരമൊക്കെ നല്ല ടേസ്റ്റ് ആണ്. നല്ല ടേസ്റ്റ് ആണ്. ഓക്കെ. നമ്മുടെ സാധാരണ ഷോപ്പിൽ കിട്ടുന്നതിനേക്കാൾ ഇതല്ലേ നല്ലത് അല്ലേ? നാച്ചുറൽ പ്രൊഡക്ട്സ്. അതുകൊണ്ട് അങ്ങോട്ട് വരില്ലേ. ഓക്കെ. ഓക്കെ. എന്തായാലും ഹാപ്പി ആണല്ലോ. അപ്പൊ ഇനി അങ്ങോട്ട് നേരെ ഒരു യൂണിറ്റ് തുടങ്ങണ്ട്. പുതിയ യൂണിറ്റ്. അപ്പൊ നിങ്ങൾ വരാന്ന് പറഞ്ഞതുകൊണ്ട് വെയിറ്റ് ചെയ്താണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവാ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഓക്കെ. ശരി. അപ്പൊ നമുക്ക് ഉടനെ കാണാം.